ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന റെസിപ്പിയുമാണ്. ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സാധാരണ ഉപ്മാവ് നമ്മൾ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് വറുക്കാത്ത റവയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം പിന്നെ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു അരമുറി സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 2 കപ്പ് റവയ്ക്കുള്ള ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം പിന്നെ ഇതിലോട്ട് 2 തക്കാളിയും 3 പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് വെന്ത ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 2-3 മുട്ട നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എഗ് ബുർജിയൊക്കെ റെഡിയാക്കുന്ന പോലെ ആക്കിയെടുക്കാം. ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഉപ്മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഉപ്മാവ് കറക്റ്റ് അളവിൽ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഉപ്മാവ് ഇഷ്ടമല്ലാത്തവരും ഇത് കഴിച്ചു പോകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.